താര ടോജോ അലക്സിനെതിരെയൊക്കെ വലിയ രീതിയിലാണ് അവർ ആക്രമണം ഘടിപ്പിച്ചത്. അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് താര ടോജോ അലക്സ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും താര ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. റോഷി, ഇതൊരു പക്ഷേ കോൺഗ്രസിന്റെ സഹയാത്രികയായ താരയെ നമ്മൾ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ താര തന്നെ പറയുന്നുണ്ട്, രാവണനാണ് ഇയാൾ, എത്ര വെളുപ്പിച്ചാലും ഇയാളുടെ കളങ്കമൊന്നും പോവില്ല എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാഗമായി നിന്ന, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, പാർട്ടിക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന, ഇന്നും അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ പ്രവർത്തകയാണ്. അവർക്കെതിരെയുണ്ടായ ആക്ഷേപം ചെറുതല്ലല്ലോ ഋഷി. അതിനെ എങ്ങനെയാണ് താരയടക്കമുള്ളവർ കാണുന്നത്? സൈബർ ആക്രമണം മുറുകുമ്പോൾ, പോര് കടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് നേതാക്കൾ? അരുൺകുമാർ, താര ടോജോ അലക്സ് അടക്കമുള്ള വനിതാ കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് രൂക്ഷമായ സൈബർ ആക്രമണമുണ്ട്. ഉമാ തോമസിനെതിരെയുണ്ട്, ഷാനിമോൾ ഉസ്മാനെതിരെയുണ്ട്, ബിന്ദു കൃഷ്ണയ്ക്കെതിരെയുണ്ട്, RV സ്നേഹക്കെതിരെയുണ്ട്. അല്ലാതെ സ്ത്രീപക്ഷ നിലപാടെടുത്ത പുരുഷ നേതാക്കൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരസ്യമായ വെല്ലുവിളിയാണ്. അതിനൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അങ്ങനെ തുടങ്ങിയ ഓരോ നേതാക്കളെയും കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് തുടരുന്നത്. അത് വ്യാപകമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം കഥകളായും അല്ലാത്ത ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ആയി ഭീഷണി സ്വരത്തിൽ തന്നെ അവർക്കെതിരെ ആരോപണം. സ്ഥിരമായി കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്ന ചില ക്രിമിനൽ സംഘങ്ങളാണ് ആരോപണങ്ങൾക്കും ഇത്തരം ആക്രമണങ്ങൾക്കും പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് സൈബർ ആക്രമണം നടത്തിയാൽ അവരെ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ ഇവർക്കെതിരെയൊന്നും ഇതുവരെ നടപടിയെടുത്തതായി കാണുന്നുമില്ല. ഏതായാലും താര ടോജോ അലക്സിനെതിരെ ഇങ്ങനെ ആക്രമണം വരാനുള്ള കാരണം താര ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടതാണ്. നേരത്തെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ താര ടോജോ അലക്സ് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ ഒരു വനിതാ പ്രവർത്തക കൂടിയാണ് താര ടോജോ അലക്സ്. അങ്ങനെയുള്ള ഓരോരുത്തർക്കെതിരെയും അതിക്രമമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവരൊക്കെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വ്യാപകമായി തുടരുന്നത്. അത് നിയന്ത്രിക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഏതെങ്കിലും തരത്തിൽ ഒരാൾക്കെതിരെയെങ്കിലും നടപടിയെടുക്കാതെ ഈ ആക്രമണം സൈബർ ഇടത്തിൽ അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. അരുൺകുമാർ, ഓക്കെ, ഞാൻ മനോരമ പത്രത്തിൽ നിന്ന് റോഷി ഈ സൈബർ ആക്രമണത്തിൻ്റെ ഒരു വാർത്ത വായിക്കാം. രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം എന്നാണ് മലയാള മനോരമ പത്രത്തിലെ വാർത്ത. മലയാള മനോരമയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ ഉമാ തോമസിനെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതും രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതുമാണ് സമൂഹ മാധ്യമ പോസ്റ്റുകൾ. ഉമയെ അടുത്ത തവണ വീട്ടിലിരുത്തണം പറയുന്നത് രാഹുലിൻ്റെ അനുകൂലികൾ. പരിക്കേറ്റപ്പോൾ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചത് തെറ്റായിപ്പോയി. രാഹുലിൻ്റെ അനുകൂലികൾ ഉമയെക്കുറിച്ചാണ് കേട്ടോ. PT തോമസിൻ്റെ, നമ്മുടെ സ്വന്തം ഉമയെക്കുറിച്ച്. മേലനങ്ങാതെ MLA ആയതിൻ്റെ കുഴപ്പമാണ് പറയുന്നത് രാഹുൽ അനുകൂലികൾ. PT തോമസിന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ സീറ്റ് കിട്ടിയതെന്നൊക്കെയായിരുന്നു ആക്ഷേപം. ഇതാണ് ഉയരുന്നത്. ഇതൊക്കെ സാമ്പിളുകളാണ്, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. താര ടോജോയെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ചാലുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇവന്മാരെയൊക്കെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഏത് പാർട്ടിയിലും ആവട്ടെ, ഇതേപോലുള്ള മനുഷ്യന്മാരെ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ കഴിയുക? അപ്പോൾ അങ്ങേയറ്റം വഷളത്തരം നിറഞ്ഞതും അശ്ലീലം മാത്രം നിറഞ്ഞിരിക്കുന്നതുമായ ആൺകൂട്ടങ്ങളാണ് ഇപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. താരയ്ക്കെതിരെയാണെങ്കിലും ഉമയ്ക്കെതിരെയാണെങ്കിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവൾ എത്ര മാസം ഗർഭിണിയായി എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കണം. രാഹുൽ അനുകൂലിയാണ്. ഇതാണ് നമ്മുടെ സൈബർ ഗ്രൂപ്പിടങ്ങളിൽ നടക്കുന്നത്. എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ ലൈവായിട്ട് നിങ്ങൾക്ക് വായിക്കാം ഇത്തരം അശ്ലീലങ്ങൾ പറയുന്ന വഷളക്കൂട്ടങ്ങളെ. 5 or 10 പേരേ ഉള്ളൂ, പേര് മാറ്റി ID മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.